ഹലോ ഗേൾസ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ പാർട്ട് 2 ആണ്. എന്തിൻ്റെന്നല്ലേ, ടൈക്കൂൺ മാൻഷൻ ടൈക്കൂണിൻ്റെ പാർട്ട് 2. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് ഇറക്കാൻ മുമ്പ് എല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് പെടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കളി എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ തന്നെ വിചാരിക്കുന്നു. പാർട്ട് 2 രസമുണ്ടാവും തന്നെ വിചാരിക്കുക. നമ്മൾ ഇപ്രാവശ്യമെങ്കിലും കാറൊക്കെ വാങ്ങാൻ കഴിയും എന്ന് വിചാരിക്കണേ. ഗൈസ് പെട്ടാ മൊത്തം പോയി. ഇനി ഫസ്റ്റ് തുടങ്ങണം. ഇല്ല 5000 ഉണ്ട്. 33,000. ഓ ലോട്ടറി അടിച്ചല്ല. 1000 40,000 ഉറുപ്പ്യക്ക് പോവാം. 40,000 ഉറുപ്പ്യക്കാണ് നമ്മൾ ഇപ്പോൾ തന്നെ ആണെങ്കിൽ കാറൊക്കെ ഒന്ന് വാങ്ങി സെറ്റാക്കി വെക്കട്ടോ. കാർ ലാസ്റ്റ് മതി ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ്. ഇനി എവിടെയാണ്? ഇവിടെ അല്ലേ ലൈറ്റ്സ്. ഇവിടെ ഉള്ള എല്ലാം ചെയ്യണം. ആദ്യം ഉള്ളിലൊന്നും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഗൈസ് മേലൊക്കെയുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മേലൊക്കെ പിന്നെ ചെയ്യാം. ആദ്യം അടിഭാഗം മൊത്തം സെറ്റാക്കിയിട്ട് പോരെ മേല എന്നാണ് ഉദ്ദേശിച്ചത്. ഡോർ ലൈറ്റ്സ് 29,000 ഉറുപ്പ്യ ആയിട്ടാ. അപ്പം തന്നെ ബൗളിംഗ് ആവുകയാണെന്നില്ല. യെസ്, എന്നാലും ഇതൊക്കെ രസമായിട്ടാ ബൗളിങ്ങൊക്കെ. ബോൾസ് എറിഞ്ഞോളി. കൗച്ചസ് വാള് പിൻസൊക്കെ ആക്കണം. ആദ്യം ഇതൊക്കെ ആക്കട്ടെ. അത് റെഡി. സീലിങ് ഇനി ആകെ 2,000 ഉറുപ്പ്യ ഉള്ളൂ. ആ 2,000 ഉറുപ്പ്യ ഞാൻ ലൈറ്റിങ്ങിന് പോയി. ഗസ് എൻ്റെ ബൗളിംഗ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ മാൻഷനിൽ എല്ലാവരും വരിക. ഒരു മിനിറ്റ് കേട്ടോ. ഗൈസ് തീർച്ചയായും നമ്മളെ സ്ഥലത്തേക്ക് വന്നിട്ടാ. എന്തിന് വെറുതെ നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണാൻ. എനിക്ക് ഓരോ സ്ഥലമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഓരോ സ്ഥലമൊക്കെ ഇവിടുന്ന് അപ്പുറത്തെ കണ്ടെത്തൊന്നുമല്ല കേട്ടോ. അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് പോയേക്കുക ഗൈസ്. അപ്പോൾ തന്നെ ഇവിടെ ആയിക്കോളും. അങ്ങോട്ടൊക്കെ ഒന്ന് പോയേക്കാം. എനിക്ക് വേറൊരാളെ മാൻഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊരു അങ്ങനെയായിട്ട് ഞാൻ പോയിട്ടില്ല. ഉള്ളതൊക്കെ പറഞ്ഞാൽ അപ്പുറത്തെ കണ്ടെത്തും മറ്റേ ഉഗാണ്ടയിലൊക്കെയാണ്. ഇതിപ്പോൾ നമ്മളെടുത്ത് തന്നെ ഒരു സെക്കൻഡ് ഉണ്ട്. ആ ട്രൂറിലി ഓൻ്റെ ആണെന്ന് തന്നെ തോന്നുന്നു എനിക്ക്. ചെക്കൻ്റെ മാൻഷൻ പൊളിയാട്ടോ. നമ്മളെ മാൻഷൻ എന്ന് പറഞ്ഞാൽ മേലൊക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് എല്ലാവരും നമ്മളെ മേലെ തന്നെ ആവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മേലൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം തന്നെ നോക്കാം. മീൻസ് അടിഭാഗം നമ്മളെ മേലെ തന്നെയാണോ എന്ന് നോക്കാമല്ലോ. ആണെന്നുണ്ടെങ്കിൽ ചെക്കന് ജീപ്പാട്ടോ. അവിടെ നമുക്ക് വണ്ടി ഓട്ടിക്കൂടെ? ഓട്ടാൻ കഴിയില്ല. ഓട്ടാൻ ചിലപ്പോൾ വേറെ പൈസ കൊടുക്കേണ്ടി വരും. നമുക്ക് കയറാൻ കഴിയുമോ? കയറ്റാൻ മറ്റേ സൈഡിൽ കയറ്റാൻ ഇറങ്ങല എങ്ങനെ? ഡ്രൈവ് അതിലിപ്പോൾ എങ്ങനെ ഇറങ്ങുക? ഡൗട്ട്. ഇറങ്ങൽ ഞാൻ പഠിച്ചു. ഇപ്പോൾ ഇതായിട്ട് ചെക്കൻ്റെ മാൻഷൻ ഇവിടെ തുറപ്പിയുണ്ടോ നമുക്ക് കാണിച്ചു തരില്ല കേട്ടോ. ഓരോ നമ്മളെ മാറി തന്നെയാണോ എന്ന് നമ്മൾ നോക്കാൻ വന്നുള്ളത്. വേറെ ഒന്നുമില്ല. നമ്മളെ മാറി തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ കിട്ടും. എക്സാക്ട്ലി നമ്മൾ അതേമാതിരി തന്നെ ബൗളിങ് നമ്മളിതും ഇവിടെ തന്നെയാണ്. നമ്മൾ അതേമാതിരി തന്നെ നമ്മളെ വീട് എങ്ങനെയാണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഞാൻ എന്നാൽ എൻ്റെ വീട്ടിൽ ഒന്നും പോകണ്ട, ശരിയാവില്ല. മേലേക്ക് പോകണ്ട. മേലെ നമുക്കൊരു സസ്പെൻസ് ആയി തന്നെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ മാർക്ക് നോക്കുമ്പോൾ എന്താ ഉണ്ടാവണം? ഇവിടെ അല്ല. നമ്മളെ വീടിൻ്റെ അടുക്കാവല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. യെസ്, ഇനി എവിടെയാണെന്നുള്ളതാണത്. എൻ്റെ മേലെ തന്നെ ആവും നമ്മളെ മേലെ. ഞാൻ കാണിക്കണില്ല. നമുക്ക് സസ്പെൻസ് ആയിക്കോട്ടെ നമ്മളെ വീടിൻ്റെ മേലെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഏതിൻ്റെ ആണ് നമ്മൾ റോബ്ലോക്സിൽ നിങ്ങൾ പറയേണ്ട ഗെയിം. നിങ്ങൾ ചിലപ്പോൾ കളിക്കുന്നത് വേറെ ഏതെങ്കിലും ഗെയിമാവും. ഞാൻ കളിക്കുന്നത് നിങ്ങൾ കളിക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ പുതിയ ഗെയിംസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് അറിയില്ല നല്ല ഗെയിംസൊക്കെ. ഞാൻ പണ്ടത്തെ പ്ലെയറാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച്. അങ്ങനെയായിട്ട് അറിയില്ല ഇതേ ഗെയിംസൊന്നും. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും. നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളത് കളിക്കും. 50,000 ഉറുപ്യ
പ്രാവശ്യം കുറേ വാങ്ങാം നമുക്ക്. മേലൊക്കെ വാങ്ങാം. ആദ്യം ബൗളിംഗ് ഒക്കെ സെറ്റ് ആക്കട്ടെ. ഓ ഗൈസ്, നമ്മൾ ഓൻ്റെ അവിടെ കണ്ടില്ലേ സ്റ്റാറ്റ് ബൗളിങ്ങിൻ്റെ അതായിട്ടത്. യെസ്, ഗോൾഡിഫൈ അത് വേണ്ട, അത് വേണ്ട. ഞാൻ റോബോക്സ് കൊടുക്കണം, അത്രയും വേണ്ട. കോച്ചസ് സോഫ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഒരു ടി വിയും കൂടി ആയാലോ. ഓഫ് വൈബ്. ഓണാക്കി, ടി വി ഓണാക്കി. ഒക്കെ ഇരിക്കാൻ കേട്ടോ. വാൾസ്, ടേബിൾ, വിൻഡോസ്, സീലിംഗ്, ഇവിടെ കുറേ നേരം കൗച്ചസ് അതും കൂടി റെഡി ആക്കട്ടെ. പ്ലാൻസ്, ക്യാബിനറ്റ് അത് റെഡി ഗൈസ്. നമ്മൾ അടിഭാഗം റെഡി ആയിട്ടാ. നമ്മളൊന്ന് റോബോക്സ് ഇടണം, അത് നമ്മളെ കൊണ്ട് കയ്യാനിട്ടാണല്ലേ, അത് നമ്മൾ ചെയ്തിനു. ഓ പിന്നെ അത് നമ്മൾ മേലോട്ട് കയറുന്നു. ഇവിടെ പ്ലാൻസ് സെറ്റാക്കാണ്ട് ഇനി നമ്മളെ പണികളെല്ലാം അങ്ങ് മേലെ ഫ്ലോർസ് റെഡിയാക്കിയിട്ടുണ്ട്. വാൾസ് യെസ്, നമ്മൾ മേലെ എത്തിയിട്ടുണ്ടാ. ഇനി പണികളൊന്നും അടിയിലുണ്ടാവില്ല. ഇനി അങ്ങ് കുറച്ച് മകളിൽ ആണ് നമ്മളപ്പോൾ. ഇനി നമുക്ക് വാങ്ങാനുള്ള പൈസ ഇല്ല. നമ്മൾ നേരെ പൈസ ഒന്ന് റെഡിയാക്കണ നേരെ എവിടെയെങ്കിലും പോയി നിൽക്കണ്ടില്ല. ഇപ്പോൾ അവിടെ കുറേ പൈസ ഒന്നും ഉണ്ടാവില്ല. നദി കൂടെ ചാടുന്നു. 15,000 ഉണ്ടാവും. 15,000 ഉറുപ്പ്യ ഉണ്ട്. ഞാൻ കാണിച്ചില്ല. 17,000 ഉണ്ട്. ലാസ്റ്റ് നമ്മളൊരു വണ്ടി കൂടി വാങ്ങിയിട്ട് പൊളിക്കും. വാൾസൊക്കെ സെറ്റാക്കണം. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ വെളിച്ചം കാണുന്ന വലിയ ഇഷ്ടമല്ല. വാർപ്പൊക്കെ ഇടണം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതൊക്കെ സെറ്റാക്കട്ടെ. വിൻഡോസ് അല്ല, ഇവിടേക്കൊന്നുമില്ല. ഇവിടേക്കിപ്പോൾ ഇങ്ങനെ പോവുക. ഇവിടെ ഇങ്ങനെ ഇറങ്ങല് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താ ഡോറ് വരുന്നുണ്ടാവും. സംഭവം ഒരു പറ്റി പേയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഡോറൊന്നും വരൂല. ഇവിടെ എന്താ ടെറസ് ഡെസ്ക്. നമ്മൾ ഇവിടെ ആയിട്ടാണ് പഠിക്കണേ. അങ്ങനെ പഠിച്ചിട്ട് തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിക്കുക പറഞ്ഞാൽ 3,000 ഉറുപ്പ്യ ഉണ്ട്. 3,000 ഉറുപ്പ്യക്ക് ഇവിടെ എന്താ ഉള്ളത്? 2,000 ഇപ്പോൾ എടുക്കാൻ കഴിയും. ഇവിടുത്തെ നെതർലാൻഡ്സ് എന്ത് സാധനമോ നെതർലാൻഡ്സ്. ഇവിടെ 1,000 ഉറുപ്പ്യക്കൊന്നുമില്ല, ലാഭമില്ല. 1,000 രൂപക്കൊന്നുമില്ല. നമുക്ക് അടിയിട്ട് ഇറങ്ങി പോകാം. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടില്ല. നമുക്ക് അപ്പോൾ ഒരു പൈസ അവിടെ ആയിക്കോളൂ. ഇപ്പോൾ എത്ര നേരമില്ല. എത്ര ആയിക്കണേ? എല്ലാവരും മാൻഷനും ഒരേമാതിരി അല്ലേ? നേരത്തെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓൻ്റെത് വേറെ മാൻഷൻ, ഇൻ്റെത് വേറെ മാൻഷൻ. എല്ലാവരും മാൻഷനും ഒരേമാതിരിയാണ്. കാർ സ്പോണർ റെഡിയാക്കിയാലോ? പൈസ കുറേ പോകും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താ ഒന്നുകൊണ്ട് വെച്ചേക്കാം. പൈസ ഒരു വിഷയമല്ലല്ലോ. 44,000. ഒക്കെ അപ്പോൾ ഇതെന്ത് കാറും കൂടിയാണ് വാങ്ങിയേക്കാന്ന്. ഇതന്നെ ആയിക്കോട്ടെ. ഉണ്ട് ഗൈസ്, എങ്ങനെയുണ്ട് കാറ്? നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം ഗൈസ്. വൈബ് ചാടില്ല ഉദ്ദേശിച്ചു. ഡ്രൈവ് ഇതെങ്ങനെ പോലും. ഇതൊരു സുഖമില്ലാത്ത സെറ്റിങ്സ് ആട്ടോ. അപ്പോൾ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്. ഇതിനോടെ പൈസ സെറ്റാക്കിക്കോളും. കറങ്ങുക ഗൈസ്. എൻ്റെ ഒക്കെ ലക്ഷറി ലീഫാണ്. കാറ് നമ്മൾ സെറ്റ് വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഗൈസ്. അടുത്ത ആളെ മനുഷ്യൻ എന്താ പെട്ടെന്നുണ്ട്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വൈബാക്കുക. സ്പീഡില്ല. ഓ ഗൈസ്, കളർ നമുക്ക് ഇഷ്ടം കൊടുക്കണം. റെഡോ അങ്ങനെയല്ല, ഫുള്ള് കാർ കസ്റ്റമൈസ് ചെയ്യണം. റെഡ് വിടുക, ഗ്രേ വിടുക, അങ്ങനെയല്ല ഉദ്ദേശിച്ചു. ഒരു സ്ഥലത്ത് പോകുന്നു അങ്ങനെ കഴിയില്ല. ഇത് വലിയ സ്പീഡ് കേട്ടോ. സ്പീഡൊക്കെ കൂട്ടണം. എന്തെങ്കിലും കാറായിട്ട് എല്ലായിടത്തൊക്കെ പോയാൽ എൻ്റെ മുടി അതാ പുറത്ത്. നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ പാർട്ട് 2 അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്നോട് കളിക്കണം എന്ന് എൻ്റെ കമൻറ്റ് ചെയ്താൽ ഞങ്ങളത് കളിക്കുന്നതാണ്. ഞാൻ വെറുതെ കറങ്ങാൻ പോയതാട്ടോ. കാർ വാങ്ങണ്ട വിചാരിച്ചു. പിന്നെ അതിൽ ചാടിയപ്പോൾ തന്നെ വാങ്ങാനുള്ള ഓപ്ഷൻസ് വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. റിട്ടേൺ പോകണ്ടേ? എന്താ ഇവിടെ അടുത്ത ആളെ വാങ്ങിച്ചു.
ഗൈസ് ഇവനൊക്കെ രണ്ടാമത്തെ തട്ടി ഉണ്ടാക്കിയ ഇല്ല ഉണ്ടാക്കിക്കൊണ്ട് രണ്ടാമത്തെ തട്ടി ഉണ്ടാക്കണേ. പോട്ടെ, നമ്മൾ എന്തായാലും പെട്ടെന്ന് തിരിച്ചു പോവാം. തിരിച്ചാലാ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കണ്ട, അതാണ് ഞാൻ നോക്കണേ. എൻ്റെ ഇടയിൽ ഇറങ്ങിയാൽ പോരെ, ഉള്ളിൽ കൂടി എടുക്കാം. ഗൈസ് 59 60 km/h ആവുമോ? ഗൈസ് ഇത്രേ ഉള്ളൂ. ഗൈസിൻ്റെ കാറ് പോയി വിചാരിച്ചു ഇവിടുന്ന് അവിടെ വരെ നടക്കണ്ടേ. വല്ലാത്തൊരവസ്ഥ തന്നെ ആവും. ഗൈസ് പെട്ട് ടയറിലൊക്കെയാണ് നമ്മൾ വന്ന് പെട്ടത്. ഡ്രിഫ്റ്റ് ചെയ്യണവർ ഇങ്ങനെ കൊണ്ട് വളച്ചെടുക്കും. ഇവിടെ അടിക്കാൻ വരുമോ? കേരിക്കോന്ന് പിന്നെയും കൂട്ടി നമുക്ക് ഒരു ട്രിപ്പ് പോവാന്ന്. കേര് ഗറ്റിന്ന് വിട്ടോ, കോളേജിട്ട് കേരിയാലോ. ഗറ്റിൻ കേര്, ഞാനീ പോട്ടാ. അതുകൊണ്ടാ ഞാൻ പോയി. എനിക്ക് നിർബന്ധമൊന്നുമില്ല ഓള് കയറണമെന്ന്. നമുക്കിനി കുറേ പോകണം കേട്ടോ നമ്മളെ സ്ഥലത്തേക്ക്. നമ്മളൊരു ലോഡ് ഇങ്ങോട്ട് വന്നിക്കണ് കഴിവില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു 60,000 100,000 എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കാർ എടുക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഈ കാർ നമ്മൾ മാറ്റിട്ടാ. പിന്നെ ഈ കാറ് ആക്കാൻ പോണേ, വേറെ ഏതെങ്കിലും ഒരു കാറാക്കും. സാധാ നമ്മളെ കാര്യത്തൊരു കാറ് തോന്നില്ല. നമുക്ക് മഞ്ഞ കളറാക്കണ കാറ് വേണ്ട, ഞാൻ പോട്ടെ. ഇത് ലോഡ് പോകണം. ഇപ്പോൾ 56 km/h 100 km/h ആക്കണം. പറക്കട്ടെ. ഇറക്കം 2 ഇറക്കിയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി ഒന്നും കൂടി ഉണ്ടാവും ഇറക്കം. ഒരിടി കാറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ പേരൻ്റെ അവിടെ. അയ്യോ ചെക്കനതാ പോണ് ജിമ്മിനിട്ട്. നമുക്ക് അങ്ങനത്തെ ഒരു വണ്ടി വേണം. നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടി എടുക്കും. ഇപ്പം ഒരു ചെറിയ ആഗ്രഹത്താൽ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആഗ്രഹം ഒതുക്കുകയാണ്. ചെക്കൻ നമ്മളൊന്ന് ഇരിക്കുക. നമ്മളോട് കളി നമ്മൾ ബാക്ക് എടുത്തു. മോനവിടെ പെട്ടു. നമ്മളോട് വേണ്ട കളി. നമുക്കറിയില്ലേ നമ്മൾ ആരാണ്. സെഡാനാട്ടോ നമ്മളെ വണ്ടീൻ്റെ പേര്. അറിയില്ലേ? അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പെട്ട് നമ്മൾ ഓടട്ടെ. നമുക്ക് ഗ്യാരേജിൻ്റെ ഉള്ളിൽ കണ്ട് വണ്ടി ഇടാം. ഗ്യാരേജ് ഉള്ളിലാണ്, പക്ഷെ വണ്ടി നിർത്തിയിടുന്നത് ഉള്ളിൽ തന്നെ ആവണം. അതും തുറന്ന് നമ്മളെ ഈ വണ്ടിയൊന്നും പോവില്ല. കറക്റ്റ് കൃത്യം പാർക്കിംഗ് ആണ്. ഡ്രൈവ് മെല്ലെ തുറക്കരുത്. തുറക്കാതെ ഞാൻ പോയി. നമുക്ക് വട്ടാണ്. എൻ്റെ ഗാരേജിലൊന്നും ഓൻ വണ്ടി നിർത്തുന്നത്. ഇത് കറക്റ്റ് ബ്രേക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ മതി. ഇപ്പോൾ വൈബ് കാറ്. ഗസ് ഇപ്പം എത്ര പൈസ ആയിട്ടുണ്ട്? ഓക്ക് 0 കാണിക്കണം. പക്ഷെ എനിക്കോ ഗസ് ഒരു ഇത് വേറെ ഇതോ. ഞാൻ വിചാരിച്ചു എൻ്റെ പേരാണെന്ന്. ഓൻ്റെ പേരാണിത്. 2 അടിയൊന്നും ഇല്ലല്ലോ. ഞാനും വിചാരിച്ച് എൻ്റെ പേരല്ല അല്ലേ, വെറുതെ അല്ല. സുഖം കിട്ടാത്ത വേറെ ആളെ പേരാതുകൊണ്ട് ഇതായിട്ട് നമ്മളെ വരാം. ഓണറിന് 44,000. നമുക്ക് 2 കാറൊന്നും വേണമെന്നില്ല. ഒറ്റ കാറ് മതി. ഇത് ഞാൻ വിറ്റോളാം. പക്ഷേ ഇത് വിൽക്കാൻ കഴിയുമോ? കഴിയുകയാണെങ്കിൽ ലാഭേനോ? വിൽക്കാൻ കഴിയുമോ? ഇപ്പം തന്നെ വിൽക്കട്ടെ. വിൽക്കാൻ കഴിയുമോ നോക്കട്ടെ ഗൈസ്. ഇതിൻ്റെ മതി. കാർസ് എടുക്കുക.
മണിക്ക് വേണ്ടി വിൽക്കണം. എനിക്ക് വിൽക്കാനായാലും ഗെയിമാണ്. എനിക്ക് വിൽക്കണം കാറ്. ഞാൻ അടുത്ത് എടുക്കാൻ പോണ വണ്ടി ഏതാരോ സൂപ്പർ കാർ ഉണ്ടില്ലേ, ഇത് ഞാൻ അടുത്തെടുക്കും. വേറെ ഏത് വണ്ടി ഞാൻ ഇനി എടുക്കൂല. ഇനി എടുക്കുകയാണെങ്കിൽ സൂപ്പർ കാറ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് കാറ്, ടെർബോ കാറ്, സൂപ്പർ കാറ്, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെയൊക്കെ ഉണ്ടാവും. ഒരു നാൾ ഉണ്ടായിരിക്കും. 87,000 റുപ്യ. അടുത്ത കാർ സ്പോണറൊക്കെ നമ്മൾ ഇപ്പം തന്നെ വാങ്ങാൻ പോവാണ്. ഒന്നും നോക്കണില്ല. പിന്നെ അടുത്ത വണ്ടി ലോഡിങ് ആണ്. നമുക്ക് വണ്ടി പറഞ്ഞാൽ വിഷയമല്ല. നമ്മൾ വണ്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള രീതി തന്നെയാണ്. ഇനി നമുക്ക് മേലെ പോയി പണിയൊക്കെ എടുക്കട്ടെ. ചിലപ്പോൾ നേരെ നമ്മൾ കാറിൽ AC ഒക്കെ കൊണ്ട് വന്നില്ലേ, നമുക്ക് കുറച്ച് വിറക്കാം മേലെ കെട്ടെ. നമ്മളെ പെരൻ്റെ അടിഭാഗം ഫിനിഷ് ചെയ്യണ്ടിട്ടാ. ഇനി ഇവിടെയാണ് ആ ബെഡ്റൂം. ക്ലോസറ്റ് ഇവിടെ എന്താ കക്കൂസ്? ക്ലോസറ്റ്സ് വാൾ പാനലോ വേണമെന്നില്ല. പക്ഷെ 6,000 റുപ്യ. വാള് ഇവിടെ ഒരു വാള്. ഇവിടെ വിൻഡോസ് സീറ്റ്സ്. ഇവിടെ ഡോർ അതന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇത് ഡോറാണ്. അങ്ങനത്തെ ഡോറല്ലേ. പ്ലാന്റ്സ്. ഇറ്റ്സ് ഗുഡ് ഹൗസ്. ബട്ട് നമ്മളെ പെര പൊളിയൊക്കെ പോണ സീലിംഗും വെച്ച് ഗൈസ്. ഞാൻ ഫുള്ളാവാൻ നിൽക്കുകയാണ് വിചാരിച്ചു. ഇനിയും കുറച്ച് പൈസ ഒക്കെ വാങ്ങണ്ട. നമുക്ക് പൈസ കൊടുക്കണം. യെസ്, ഞാനുണ്ട് സീലിങ്ങുകളൊക്കെ ചാടി കളിക്കട്ടെ. പൈസ ഇപ്പോഴും നമ്മുടെ 14,000 ഉള്ളൂ ഗൈസ്. നമുക്ക് ഇടയിലൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ കാറിൽ പോട്ടെ. എന്തിനാ വെച്ചാൽ അവിടെ അപ്പോഴത്തിന് പൈസ ആയിക്കോളും. അത് നമ്മൾ നോക്കണ്ടില്ല. എൻ്റെ ബുദ്ധി ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു റൈഡിന് പോവാണ്. വേറെ ഒന്നുമില്ല. അവിടെ 15,000 ഉള്ളൂ. ആകുമ്പോൾ ഒരു കുറച്ചെങ്കിലും വേണ്ടേ. ഇത് നമ്മളെടുത്ത് തന്നെ ഒരു മാൻഷൻ ഇട്ടത്, നമ്മളെ അയൽവാസി ഇട്ടത്. ചെക്കന് ഇപ്പോൾ കളിക്കണുള്ളൂ. ഞാൻ കൊടുക്കാൻ ചെക്കന് കയ്യാണി കൊടുക്കാനും. എൻ്റെ പേരൊക്കെ ഞാനാണ് കയറിയോട്ടെ. ഇറ്റ്സ് ഗുഡ്. ചെക്കപ്പിളാ പറയണേ. അങ്ങനെയൊക്കെ കഴിയുന്നു. അവിടെ കയറാ. പുള്ളി ഞാൻ പോണ വഴി തന്നെ അവനെ പോയി കണ്ട് ഓനെ എന്ത് വെച്ചിക്കുക. നീ ഇപ്പം എന്താ ചെയ്യാ? റെഡന മതി. എടാ ഇപ്പം ഞാൻ എന്ത് ചെയ്യാ? എല്ലാം കൊളാക്കിയോള്. ഞാൻ പോണ വഴിക്കൊക്കെ കൊണ്ടുപോയി കൊണ്ട് വാളിച്ചിക്കുക. എന്താ ഞാൻ ചെയ്യാ? അങ്ങനത്തെ ആൾക്കാരൊക്കെ കുത്തിപ്പൊളിക്കണം. എടാ റേസിനുണ്ടാച്ച അങ്ങോട്ടോടാ പോണേ. അതിനെക്കാട്ടി മുമ്പ് ഞാനവിടെ എത്തും. ഞാൻ പാർക്കർ മാതിരിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലേ. ഇവിടെ എന്താണ് പാർക്കിങ് പഠിക്കാനുള്ളതാ? ഇതാ ഈ നേരം കൊണ്ട് ഇത് വേറെ ആരെങ്കിലും ആണോ നോക്കട്ടെ. ചിലപ്പോൾ വെറുതെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. വെറുതെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇതിലൊന്നും കയറാൻ കഴിയില്ല. നമുക്കെന്തായാലും റെഡിന് പോകില്ലേ. എല്ലായിടത്തേക്കൊക്കെ ഒന്ന് കറങ്ങണ്ടേ ഗൈസ്. ഇതിലിവിടെ ഇനി വേറെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാം. വാ ഇവിടെ പോയേക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അവിടെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിനുള്ള പാർക്കിംഗ് ആണ് നമ്മളപ്പോൾ കണ്ടത് പറഞ്ഞാൽ. ഇനി നമ്മൾ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾക്കുള്ള കാർ എടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ വെറുതെ ഒരു 5,000 റുപ്യക്കുള്ള ഒരു വണ്ടിയാണിത്. ഉള്ളൊരു ലാഭമില്ലത്. ഇത് വിൽക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അടുത്ത് വിൽക്കുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റിൽ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വിൽക്കാതെ നിൽക്കുന്നത്. റോഡ് തുടങ്ങിയിട്ടുണ്ട്. റൈറ്റിലോട്ട് പോവാം. റൈറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത്. ഇവിടെ ഒരു പാർക്കിങ്ങൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് വൈസ് തെറ്റുമെന്നൊരു പേടിയുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ലാസ്റ്റ് വഴി തെറ്റാന്ന് മതി. വഴി തെറ്റാൻ ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് നിൽക്കും. വൈകിട്ടും അല്ലേ വേണ്ട. നമ്മളെ നല്ല ടൈം വയ്ക്കണം. നമ്മൾ ഇപ്രാവശ്യം ഇത് പറഞ്ഞാൽ ശരിയാക്കിയിട്ടേ ഇല്ല. നമുക്ക് ഒരു ഇതുണ്ടേനു
മാൻഷൻ അത് നമ്മൾ മറന്നാ. അവിടെ പൈസ ആവാനും വേണ്ടിയല്ലോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നില്ലേ. ആര് പോകത്തോടെ സംസാരിക്കുക. എനിക്കറിയാം വയ്യൊക്കെ, എനിക്ക് പറഞ്ഞായിരുന്നു വേണ്ടേ. നമ്മളെ വീടിന് ലെങ്ത്ത് കൂടുതൽ നിങ്ങൾക്കറിയാം. നമ്മളിനി വണ്ടി അവിടെ പാർക്ക് ചെയ്താൽ പിന്നെ യൂസ് ചെയ്യണില്ല, നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഫുൾ നമ്മളോട് തീർക്കാൻ പോവാണ്. നമ്മളെ വീടിനാണ്ട് സെറ്റായി എന്ന് തന്നെ വിചാരിച്ചോളി. അവിടെ നല്ല പൈസ ഉണ്ടാവും. ആ പൈസക്ക് ഇപ്പം തന്നെ പോയി എടുക്കാൻ പോണ പൈസയല്ലോ. അത് വീഡിയോ ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്രാവശ്യം മാൻഷൻ ഫുള്ളാക്കാൻ കഴിയുമെന്ന് അറിയില്ല. മാൻഷൻ ഫുള്ളാക്കട്ടെ. കയ്യോ അറിയാം കേട്ടോ, കഴിയണത്രക്ക് നമ്മൾ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ ആവും ഫുള്ളാവല്. ഈ പാർട്ട് എന്തായാലും ഫുള്ളാവുമെന്ന് അറിയില്ല. നമ്മുടെ അയൽവാസിൻ്റെ അല്ലേ, അല്ല എൻ്റെ ആണ്. ഇങ്ങോട്ട് ബാക്ക് എടുക്ക്. മുമ്പ് കൊടുക്കുമ്പോൾ ഒരു കൂട്ടം പോകുന്നുണ്ട്, ബാക്കൊക്കെ ആണെങ്കിൽ മെല്ലെ. മതി മതി, ഇപ്പോഴത്തേക്കൊക്കെ മതി. നമുക്ക് എന്തായാലും വീട് പണിയാണ് തീർക്കാം അല്ലേ. 68,000 ഉണ്ട് ഗൈസ്. നമ്മൾ ഇപ്രാവശ്യം വീട് പണി തീർക്കാൻ പോവാണ്. 70,000 ഉറുപ്പ്യ ഉണ്ട് നമ്മളേക്കൽ. തീർക്കുക, പണി തീർന്നു, വീട് പണി തീർന്നു തന്നെ വെച്ചാളി. മാൻഷൻ നമ്മൾ മേക്ക് ചെയ്യാണ്. ബെസ്റ്റ് മാൻഷൻ ഫോർ എവർ ആണ് ഗൈസ്. വൈബ് വരാം. ഫ്ലോർ സെറ്റാക്കി നമുക്ക് ആദ്യം ഈ റൂമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്. ഈ റൂമിൽ ഇനി ഒരു പണിയില്ല കേട്ടോ, എല്ലാ പണിയും കഴിഞ്ഞു. മേലത്തെ ഒരു റൂം തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. വാൾ ടോയ്ലറ്റ് അതും റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു ബാത്റൂമാണ് കേട്ടോ. ഷവറോടെ ഷവർന്നാണ് കാണിച്ച്. അവിടെ ഉണ്ടല്ലേ. ആദ്യം ഇതൊക്കെ സെറ്റാക്കട്ടെ. ഇതിന് ഉൾഭാഗം ആദ്യം സെറ്റാക്കട്ടെ, എന്നിട്ടല്ല ബാക്കി. ടോയ്ലറ്റ്സിനൊക്കെ ഉണ്ട്. എത്ര റുപ്യ അവിടെ മതിയടാ. ഈ ബാത്റൂമിന് തന്നെ നമ്മൾ 68,000 പൊട്ടിച്ച മാതിരിയായി. റെയിലിങ്സ് പോരട്ടെ. ഇതില്ല, പൈസ ഇല്ല, നയാ പൈസ ഇല്ല കൈക്കൽ, നയാ പൈസ ഇല്ല. ഇവിടെ ഫ്ലോറൊക്കെ സെറ്റാക്കണം. അവിടെയാണെങ്കിൽ പൈസ അവിടെ ആയിട്ടില്ല. ഓടട്ടെ. നമ്മൾ വണ്ടിയായിട്ട് പോകണത് എന്തിനാ വെച്ചാൽ ആ നേരം ഇവിടെ 68,000 ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ 15,000 ഉള്ളൂ. കണ്ടാ, ഈ പൈസ കൂടുന്നതിൻ്റെ സ്പീഡൊന്നും കൂടിയെങ്കിൽ എന്ത് ലാഭേനു അല്ലേ. അത് നമ്മൾ അർജൻറ്റീന vs ഈജിപ്റ്റ് പ്രഡിക്ഷൻ എന്തേനു 2-3 അല്ലെങ്കിൽ 3-1. കുറച്ചൊക്കെ റെഡിയൊക്കെ ഉണ്ട് കേട്ടോ. 3-2 നമ്മൾ ജയിച്ചത്. കിഡിലും കളി കണ്ടവർക്കറിയാം പൊള്ളിയിലും കളിയെന്ന്. അത്രക്കും നമ്മൾ 2-3 പൊട്ടിന്ന് കാണാനുള്ള രസം പോയി നിൽക്കുമ്പോഴാണ് ആ ആ 2-3 ഗോളാണ്. മെസ്സിൻ്റെ ഒക്കെ ഗോൾ ഏതാ ഗോള്. നമ്മൾ പ്രഡിക്ഷൻ പറഞ്ഞാൽ നടന്നിരിക്കും. ഒറ്റ ഗോളിനല്ല വ്യത്യാസം വന്നുള്ളൂ. ഇന്ന് രാത്രി ഫ്രാൻസ് vs മൊറോക്കോ ഉണ്ട്. ഞാൻ പറഞ്ഞു ഫ്രാൻസ് 2-1 അല്ലെങ്കിൽ 2-3 ആ സ്കോറിന് ജയിക്കും കേട്ടോ. വാക്ക് പറഞ്ഞ വാക്കാണ്, നടക്കുമെന്ന് വിചാരിക്കണം. നമ്മളെല്ലാ ദിവസവും ഏതൊക്കെ മാച്ച് ഉണ്ട് അതിൻ്റെ പ്രഡിക്ഷൻ ചെയ്യുന്നതാണ്. ഫ്രാൻസ് vs മൊറോക്കോ. ഫ്രാൻസ് വിൻ ചെയ്യും 2-1 അല്ലെങ്കിൽ 2-3. ഫ്രാൻസ് ജയിക്കും എനിക്ക് ഇത്രക്ക് ഉറപ്പ് തരാൻ കാരണം എന്താ വെച്ചാൽ ഫ്രാൻസാണ്, വേറെ ഇതുമില്ല. അത്രയേ ഉള്ളൂ. ഈ ഒരു പ്ലാൻസിനാണ് 6,000 ഉറുപ്പ്യ. 9,000 പൈസ ഇല്ല. ഗൈസ് പൈസ പറഞ്ഞ സാധനമില്ല. ഒരു വലിയൊരു മാൻഷൻ അതാ ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് കേൾക്കുന്നു. ബെസ്റ്റ് മാൻഷൻ, വലിയ മാൻഷൻ തന്നെയാണ്. നമ്മൾ അതിനെക്കാട്ടും വലിയ മാൻഷൻ ആക്കും. മീൻസ് അയാളിപ്പോഴും കളിച്ച് മാൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്കറിയാം. ആ ഒരു മാൻഷൻ നമ്മളും ഉണ്ടാക്കും ഗൈസ്. ഇറ്റ്സ് അവർ വാക്ക്. 16,000 ഉറുപ്പ്യായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാൻഷൻ്റെ പണി അടിഭാഗം മൊത്തം തീർക്കാറാണെങ്കിലേ മേൽഭാഗം നമുക്ക് തീർക്കാറാണ്. ഇപ്പോൾ തന്നെ തീർക്കാൻ പോവാണ്. ഫ്ലോറാണ് 9,000 വെച്ച്. പൈസ പോട്ടെ, പവർ വരട്ടെ. വാളോക്കട്ടെ. അവിടെ ഒരു 200 ഉറുപ്പ്യല്ലടാ, ഒന്ന് വിട്ടാട്ട്. 6,000 + 3,000 അവിടെ 9,000 ഉറുപ്പ്യ വേണം. അവിടെ 9,000 വേണ്ട, 5,000 കിട്ടിയാൽ തന്നെ മതി. എനിക്ക് സെറ്റാവും. പെട്ടെന്ന് പോട്ടെ. അവിടെ 9,000 ഉണ്ടോ? 9,000 ആവശ്യമൊന്നുമില്ല, 5,000 മതി. എടാ ഞാൻ ഇതുകൊണ്ടാണ് കാറിൽ ഇങ്ങനെ പോകണത്. ഈ നേരം കൊണ്ട് ഒരു
ഇവിടെ കുറേ പൈസ ഉണ്ടാക്കി വെക്കും, മനസ്സിലായോ? ആ പൈസക്ക് ഇവിടെ കുറേ സാധനങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ കറങ്ങി വരുമ്പോഴത്തേന് നല്ല പൈസ സെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് കറങ്ങിയാലോന്ന്. പക്ഷെ കറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറാവുണ്ടാവും. അപ്പം എന്ത് മാൻഷൻ റെഡിയാക്കി എത്തും. കങ്ങാർപ്പത്തിന് 6000 റുപ്യേ എന്തിനപ്പോ? പിന്നെ വാള് അതൊന്നും കുഴപ്പമില്ലെങ്കിലും പറയാം. 200 റുപ്യുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ പൈസ ഇല്ലടാ, പൈസ 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 പൈസ. എല്ലാ പ്രാവശ്യം 9000 ഉണ്ടാവുന്നുണ്ട് ഇവിടെ. 10000 റുപ്യക്ക് നമ്മൾക്ക് എന്തുണ്ടാക്കാനാ? എനിക്ക് മനസ്സിലാവില്ല 10000 റുപ്യക്ക് എന്തുണ്ടാക്കാനാണെന്ന്. പെട്ടെന്ന് തീർക്കട്ടെ. നമുക്ക് ഇതും കൂടി ഒരട്ടം കൂടിയും പൈസ എടുത്തിട്ട് ആയതെങ്കിൽ വേണ്ട, നമുക്ക് ബാക്കി പാർട്ട് 3 ആക്കാം. വാൾ പാനൽ, കർട്ടന്, ബെഡ്. ഇതൊരു റൂമല്ലേ? ഇവിടെ മേലെ മൊത്തം റൂമാണല്ലോ. നമുക്ക് ഇനി ലാസ്റ്റ് ടൈം കേട്ടോ. അല്ല ശരിക്കും ഇവിടെ എത്ര വേണം? 8000, 12000, 20000, 20000, 32000 റുപ്യ. 32000 ഉണ്ടെങ്കിൽ ഇപ്പം കാണിക്കണമൊക്കെ നമുക്ക് സെറ്റാക്കിയാണ്. പക്ഷെ 32000 ഇല്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. 32000 ഇല്ല. എന്താ ചെയ്യുക? ഈ കാറായിട്ട് ഒരു ട്രിപ്പ് വരുമ്പോൾ പൈസ ഒക്കെ സെറ്റാവും. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയണേ. 14000 ഉണ്ട്, പക്ഷെ 32000 ഇല്ല. നിങ്ങൾ സെറ്റാക്കാം. ഒന്ന് പോസ് ചെയ്തിട്ടാണ് വീഡിയോ ഒന്ന് കട്ട് ചെയ്യാണ്. പോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്ന് കറങ്ങിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവുള്ളൂ എന്നോ തോന്നുന്നു. ഞാൻ കുറേ കറങ്ങി എല്ലായിടത്തും ഞാൻ പോയിക്കണ്ട, പോകേണ്ട അടുത്തൊക്കെ. ഇഷ്ടമാവുണ്ടോ അറിയില്ല. ഇങ്ങനൊക്കെ പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ വെക്കല്ലേ. ആ ഇങ്ങനെ ചാടിക്കൊണ്ടേ നിൽക്കുക ഗൈസ്. അപ്പോൾ തന്നെ 32000 ഒക്കെ ആയിക്കോളും. ഇങ്ങനെ 200 റുപ്യ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം. അന്ന് 1000 ആയിക്കോട്ടെ. നമുക്ക് ഓരോ 1000 ഇങ്ങനെ കളിച്ച് ചെയ്യാം. 32000 എന്ന് പറയുമ്പോൾ ഇനി ഒരു 10 വട്ടം കൂടി ഇങ്ങനെ കയറിയാൽ മതി. 10 വട്ടം വേണ്ട. ഇതാ ഇനി 10 വട്ടം വേണ്ട. ഇതാ 26000 ആയി. ഇതാ 27000 ആയി. 28000 ആയി. ഇങ്ങനെ കൂടിട്ടോ. ട്രിക്കാണ്. ട്രൈ ചെയ്ത് നോക്കി. 29000 ആയി. ഇനി എത്രയാണ്? 3000 വേണം. 1000 ആയി. അടുത്ത് 31000 ആയി. വെയിറ്റ് നമുക്ക് ഇന്ന് 2000 ആയിക്കോട്ടെ. അല്ല 2000 വേണ്ട, ഒരു 4000 ആയിക്കോട്ടെ ഗൈസ്. വേറെ ഒന്നുമില്ല. ഇനിയും അവിടെ നല്ല ആവശ്യങ്ങളുണ്ട് കയറാം. അതിലൊക്കെ മതി. പോയിക്കോട്ടെ. ഓട്. ഞാൻ ഒരു കാര്യം പറയാം. ഇനി എയില് ചെയ്യണമെന്ന് അവർ പറയണമെന്ന് നോക്കട്ടെ. ഇവിടെയിലോ ചെയ്യാനല്ലേ പറയണേ. എയില് ചെയ്യാൻ അവർ പറയാം. ഏറ്റവും പൈസ കൂടിയ തന്നെ ചെയ്തിട്ടുണ്ട്. അത് റെഡി. ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറയല്ലോ കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ നെതർലാൻഡ്സ് വായിച്ചിട്ട്. ബാൽക്കണി മലയാളികളാണ് ഇതുണ്ടാക്കിയത്. ബാൽക്കണി മലയാളല്ലേ അങ്ങനെ തോന്നണം. ഒരു 400 റുപ്യ ബാക്കിയുണ്ട്. എന്ത് ചെയ്യണം ഗൈസ്? ഇനി എന്തായാലും ബാക്കി പാർട്ട് 3 ആണ്. എന്തായാലും വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എന്നല്ല നമ്മൾ പോവാണ്.